സദസ്സിൽ നിന്ന് പ്രത്യേകമായിട്ട് ഞാൻ നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫനെയും എൻ്റെ സുഹൃത്തും സഹോദരനുമായ സന്ദീപ് കൂടെ വേദിയിൽ ഞങ്ങളോടൊപ്പം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു. പ്ലീസ്. സന്ദീപ് കൂടെ ഒരു ധൈര്യത്തിന് വേണ്ടിയാണ്. അപ്പോൾ ഔപചാരികമായിട്ട് ഞങ്ങളുടെ ചടങ്ങ് തുടങ്ങാമെന്ന് വിരിക്കുന്നു. ആദ്യമായിട്ട് ഓരോരുത്തരെ പരിചയപ്പെടുത്താം. അപ്പുറത്ത് നിൽക്കുന്നത് അങ്കിത് മാധവ് കണ്ണൂർ സ്ക്വാഡ് എന്ന സിനിമയിൽ ഒരു നല്ല വേഷം ചെയ്തതാണ്. ഇപ്പുറത്ത് മായ മേനോൻ ഒരുപാട് സിനിമകളിൽ ഇപ്പോൾ സജീവമായിട്ട് നിൽക്കുന്നു. ഇത് വിഷ്ണു വിദ്യാധരൻ ഞങ്ങളുടെ പടത്തിൽ ഒരു പ്രധാനപ്പെട്ട വേഷം ചെയ്തിട്ടുണ്ട്. ശ്രവണയാണ് ഞങ്ങളുടെ സിനിമയിലെ നായിക. ശ്രവണ തട്ടത്തിൽ അച്യുതൻ, ഏതൻ തുടങ്ങിയ സിനിമകളിലൊക്കെ നായികയായിട്ട് മുൻപ് വന്നിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ കോസ്റ്റ്യൂം ഡിസൈനർ രശ്മി ഷാജു, സന്ദീപിന് നേരത്തെ അറിയാം. ഇത് സിദ്ധാർത്ഥ് ഏതം തുടങ്ങിയ 3 സിനിമകളിൽ നായകനായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ മ്യൂസിക് ഡയറക്ടർ സാജൻ രവീന്ദ്ര മാസ്റ്റർ മകൻ ആണ്. അങ്ങനെ ഞാൻ പറയുന്നത് ശരിയാണോ എന്ന് അറിയില്ല. അവന് ഇൻഡിവിജ്വലായിട്ട് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. രവീന്ദ്ര മാസ്റ്റർ ഭാരം തലയിൽ ചുമക്കുന്നത് ബുദ്ധിമുട്ടാണെന്നുള്ള അഭിപ്രായക്കാരനാണ്. എന്നാൽ രവീന്ദ്ര മാസ്റ്ററോട് സ്നേഹവും ബഹുമാനവും എല്ലാം ഉള്ള കൂട്ടത്തിലാണ്. പക്ഷേ ഇവനൊരു ഇൻഡിവിജ്വൽ മ്യൂസിക് ഡയറക്ടറാണെന്ന് അറിയാൻ ആഗ്രഹപ്പെടുന്ന ഒരാളാണ്. ഇതാണ് ഞങ്ങളുടെ നായകൻ സൂരജ് സൺ. പാടാത്ത പൈങ്കിളി എന്ന് പറഞ്ഞ സീരിയലിലൂടെ കുടുംബ പ്രേക്ഷകരുടെ കണ്ണിലുണ്ണിയായി മാറിയ നടനാണ്. ഒരുപാട് ഫാൻസ് ഉള്ള നടനാണ്. ഇത് മരിയ പ്രിൻസ്, ഞങ്ങളുടെ സെക്കൻഡ് ഹീറോയിനായിട്ട് ഈ പടത്തിലൊരു നല്ല വേഷം ചെയ്തതാണ്. നിഖിലാണ് ഞങ്ങളുടെ സിനിമാട്ടോഗ്രാഫർ. നിഖിലിൻ്റെ ആദ്യത്തെ വർക്കാണ്. ചെറുപ്പക്കാരനാണ്. പിന്നെ എല്ലാവരും കൊണ്ടുപോവാ. ഇത് അമൽ ഉദയ് ഇതിൽ പ്രധാനപ്പെട്ടൊരു വേഷം ചെയ്തിട്ടുണ്ട്. ഇത് ബിനു ആനന്ദ് ഞങ്ങളുടെ പടത്തിലെ ഒരു പ്ലേബാക്ക് സിംഗറാണ്. ജെറ്റി ശിവദാസ് ഞങ്ങളുടെ ലിറിക് റൈറ്ററാണ്. വാവ വന്നിട്ടില്ലേ? ദിന്നാഥ് എവിടെ? വാവയെ വിളിക്കേ. വാവാ. ഇത് ദിന്നാഥ് പുത്തഞ്ചേരി. ഇതുപോലെ തന്നെ ഗിരീഷ് പുത്തഞ്ചേരിയുടെ മകനാണ്. അവന് ഇൻഡിവിജ്വലായിട്ട് ദിന്നാഥ് എന്നറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന ആളാണ്. ഇത്രയാണ് ഞങ്ങളുടെ ടീം. അപ്പോൾ ഞങ്ങളുടെ ഓഡിയോ റിലീസിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മളുടെ നായകൻ സൂരജിൽ നിന്ന് ഡിസ്ക് സ്വീകരിക്കാനായിട്ട് ശോഭിച്ചെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സൂരജ് ഹാൻഡ് ഓവർ ചെയ്തു. ശോഭിച്ചിക്ക് ഹാൻഡ് ഓവർ ചെയ്തു. അടുത്ത ഞങ്ങൾക്കൊരു 3 കാര്യങ്ങൾ കൂടി ഇവിടെ അവതരിപ്പിക്കേണ്ട. ഞങ്ങൾ ഈ സിനിമയിലെ ഒരു ഗാനം, ഒരു ഡ്യുവറ്റ് സോങ് നമ്മളുടെ നായിക ശ്രവണയും ഗായകൻ വിഷ്ണു കൃഷ്ണനും കൂടി ഇവിടെ ആലപിക്കുന്നതാണ്. അതിനുശേഷം ആ സെയിം സോങ്ങിൻ്റെ വീഡിയോ പ്രദർശിപ്പിക്കുകയും ഞങ്ങളുടെ പടത്തിൻ്റെ ടീസർ ഇവിടെ പ്ലേ ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി. ശോഭിച്ച് 2 വാക്ക്.